നമ്മുടെ നിർമ്മലാജിക്ക് പൊറാട്ടനോട് എന്തോ ഒരു ദേഷ്യം കേട്ടോ. അല്ലെങ്കിൽ ഈ പണി ചെയ്യണോ? നിങ്ങൾ ആരെങ്കിലും അറിഞ്ഞോ പുതിയ അപ്ഡേറ്റഡ് നമ്മുടെ GST വാല്യൂസ്? അതായത് നിങ്ങളൊരു പൊറോട്ട വാങ്ങിക്കുകയാണെങ്കിൽ അതിന് 18% നിങ്ങൾ നികുതി ടാക്സ് GST കൊടുക്കണം. അതേ സ്ഥാനത്ത് നിങ്ങൾ ചപ്പാത്തി വാങ്ങിച്ചു കഴിഞ്ഞാൽ 5% വരുന്നുള്ളൂ. അപ്പം എന്തോ ഒരു പൊറോട്ട ഭീകരനായി തോന്നിയിട്ടുണ്ട്. ഇനി അതുകൊണ്ട് നിൽക്കുന്നില്ല. ഇനിയിപ്പോൾ നിങ്ങൾക്ക് തോന്നുകയാണ് ഒരു തേങ്ങ വാങ്ങണം വെള്ളം കുടിക്കാൻ. തേങ്ങ നിങ്ങൾ വാങ്ങിച്ചോ, നിങ്ങൾ GST കാര്യമായിട്ടൊന്നും കൊടുക്കണ്ട, 5% മതി. അതേ സ്ഥാനത്ത് നിങ്ങൾ തേങ്ങയിലെ വെള്ളം മാത്രമാണ് വാങ്ങിക്കുന്നതെങ്കിൽ 12% GST നിങ്ങൾ കൊടുക്കണം. ഇനി അതും പോലെ നിങ്ങൾക്ക് തേങ്ങയുടെ അകത്തെ പൂള് മാത്രം മതിയെങ്കിൽ 18% നിങ്ങൾ GST കൊടുക്കണം. ബെറ്റർ ഒരു തേങ്ങ വാങ്ങിച്ച് വീട്ടിൽ വെക്കുന്നതാണ്. പിന്നെ അവിടെ കൊണ്ടും തീരുന്നില്ല. നമ്മുടെ പോപ്കോൺ ഇല്ലേ, നിങ്ങൾ സാധാരണ പോപ്കോൺ വാങ്ങിച്ച് കഴിക്കുകയാണെങ്കിൽ നിങ്ങൾ GST 5% കൊടുത്താൽ മതി. അതല്ല, നിങ്ങൾ ഇനി അതിലെങ്ങാനും ഉപ്പിട്ട മക്കളെ തീർന്ന് നിങ്ങൾ പിന്നെ 12% GST ആ ഉപ്പിന് കൊടുക്കണം. ഉപ്പ് ഭീകരന. പിന്നെ അതിലിച്ചിരി കരാമലോ അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ ഫ്ലേവർ ഒഴിക്കുകയാണെങ്കിൽ പിന്നെ 18%. പിന്നെ നിങ്ങൾക്ക് ഇനി ഒരു ബുക്ക്, നിങ്ങൾ പഠിക്കുന്ന ബുക്കിന് GST ഒന്നും കൊടുക്കേണ്ട, ഫ്രീയാണ്. പഠിച്ച സാധനം എവിടെയെങ്കിലും നോട്ട് ചെയ്ത് വെക്കണമെങ്കിൽ നോട്ട്ബുക്ക് വാങ്ങിക്കണം, അതിന് കൊടുക്കണം നിങ്ങൾ GST. അത് നമ്മൾ വിട്ടു തന്നിട്ടില്ല. ഇതൊക്കെ പോട്ടെ, EV കാറ്, സെക്കൻഡ് ഹാൻഡ് കാറ്, ഇതൊക്കെ എടുക്കുന്നത് വലിയ വലിയ ലക്ഷറി ആൾക്കാരായതുകൊണ്ട് ഇതിനൊക്കെ GST ഉണ്ട്. ഇനി GST ഇല്ലയെന്ന് നമ്മുടെ നിർമ്മലാജിക്ക് തോന്നിയ രണ്ട് കാര്യങ്ങളാണ്. അതായത് ഡയമണ്ടും ഗോൾഡും. അത് വാങ്ങിക്കുന്നത് വളരെ പാവപ്പെട്ട ആൾക്കാരായതുകൊണ്ട് അവർക്ക് GST ഫ്രീ ആയി കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ഉണ്ട്. ഇതാണ് അവസ്ഥ.